أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي ولوالدي آمين رب العالمين بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى صدق الله. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ബഹുമാനമുള്ള മൂമിനു മുഅ്മിനാത്തുകളെ, മഹത്തായ മജ്ലിസ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗല ബുഖാരി തങ്ങളുടെ പാദസ്പർശമേറ്റ നമ്മുടെ ഈ നാട്, അതുപോലുള്ള എത്രയോ ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ നാട്, അതുകൊണ്ടൊക്കെ അനുഗ്രഹീതമായി ധാരാളം മുസ്ലിയാക്കന്മാർ നാട്ടിൽ തന്നെ ഉള്ളത് വലിയ സന്തോഷം. അതാണ്, പുറത്തുനിന്നും വരണ്ട, ഇവിടെ തന്നെയുള്ള മൂല്യന്മാർ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ജോലിയെടുക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും അനുഗ്രഹമുള്ളൊരു നാടാണ് നമ്മുടെ ഈ നാട്. പരിപാടിക്ക് ഇവിടെ ആദ്യമാണെങ്കിലും ഈ നാട്ടിലൊരുപാട് പ്രാവശ്യം വന്നു. നമ്മുടെ തങ്ങളെ കാട്ടുപുറത്ത് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ജാഫർ കോയ തങ്ങൾ, അള്ളാഹു അവരുടെ ഖബർ സന്തോഷാക്കട്ടെ. ശേഷം എല്ലാ സാദാത്തുക്കളെയും അല്ലാത്ത ആളെയല്ല. അദ്ദേഹം എൻ്റെ വാപ്പയുടെ അനുജൻ്റെ മകളെ ഭർത്താവാണ്, കൊച്ചാപ്പൻ്റെ മകളെ ഭർത്താവാണ്. 89 അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഒരുപാട് പ്രാവശ്യം ഈ നാടുമായിട്ട് ഞാൻ ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ടവർ വളരെ പ്രയാസപ്പെട്ട അസുഖങ്ങളുണ്ടാവുകയും 2 വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്തു. പായിപ്പുറത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഴിമല സയ്യിദ് ഇബ്രാഹിം തങ്ങളുടെ മകളെ കെട്ടിയാൾ. അങ്ങനെ ധാരാളം സാദാത്തുക്കളുള്ള നാടാണ്. അപ്പോൾ വടുതല എന്നത് നേരത്തെ കേൾക്കുന്ന പേരാണ്. അതേപോലെ ബഹുമാനപ്പെട്ട മൗല തങ്ങൾ 5ാമത്തെ വാപ്പയുടെ അനുജനായിട്ട് വരും. ആ കുടുംബത്തിൽ അവരുടെ വാപ്പ വെട്ടിക്കുളത്ത് ഉള്ളാളം തങ്ങളുടെ ഭാര്യയുടെ ഖബറിൻ്റെ അടുത്ത്, അവരുടെ വാപ്പ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ മാട്ടൂല്, അങ്ങനെ അവരുടെ വാപ്പ വളപട്ടണത്ത്, അവരുടെ വാപ്പയുടെ അനുജനാണ് ബഹുമാനപ്പെട്ട മൗല. അങ്ങനെ അവിടുന്ന് പോയാൽ പിന്നെ പറവണ്ണ, അതുപോലെ കുഞ്ഞിമംഗലം, പിന്നെ ചെമ്പിട്ടവള്ളി, വളപട്ടണം. ഇങ്ങനെ 10ാമത്തെ തലമുറ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, അവരുടെ മകനാണ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഉസ്താദ്. അവരുടെ ശിഷ്യനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അപ്പം അങ്ങനെ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മൗല. അക്കാലത്തെ കുത്തുബ് എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല. വലിയ കറാമത്തിൻ്റെ ഉടമയുമാണ്. ഒരു കല്യാണ സദസ്സിലേക്ക് മൂപ്പര് വന്നപ്പം, അത് കണ്ണൂർ ഭാഗത്ത് എല്ലാവർക്കും അറിയാം, മൂപ്പരെ കൂടെ എന്നും 40 ഖാദിമീങ്ങൾ മൂപ്പരെ മുരീദന്മാരായിട്ടുണ്ടാവും. അതിൽ മൂപ്പര് ദ്വീപിൽ ഉണ്ടല്ലോ മൂപ്പരെ വീട്, കവറത്തി, അവിടെയാണ്.
ഈ കഥയൊക്കെ എന്നോട് ബഹുമാനപ്പെട്ട EK ഉസ്താദ് ഷംസുൽ EK ഉസ്താദ് പറഞ്ഞു ഈ വിവരം. കൊച്ചിയിൽ വരാനുണ്ടായ കാരണം തങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോൾ കൊച്ചിയിൽ വന്ന കാരണം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനൊരുക്ക സിയാറത്ത് ചെയ്ത് ഇറങ്ങുമ്പം അദ്ദേഹമുണ്ട് പുറത്തിരുന്ന് ദിക്റുകയില്ല. ഞാൻ പോയി സലാം പറഞ്ഞു, ആരാ തങ്ങളേതാ? മുത്തുത്തങ്ങളം. എന്നാൽ നമുക്ക് ഒന്നിച്ച് കാറിൽ പോവാം. അങ്ങനെ കാറ് കയറ്റി. കാറിൽ വെച്ച് എന്നോട് മൗലാൻ്റെ ചരിത്രം തന്നെ രാമന്തളി ഉറൂസിന് വരികയാണ് അദ്ദേഹം. പറഞ്ഞിങ്ങനെ ചരിത്രം പറയുകയാണ്. അക്കൂട്ടത്തിൽ ധാരാളം ചരിത്രങ്ങൾ മൂപ്പരെ പറ്റി അന്ന് EK ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഈ 40 മുരീദന്മാരുണ്ടാവും. അപ്പം ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ജാബിർ റളിയല്ലാഹുവിനെ ക്ഷണിച്ചു. ജാബിർ റളിയല്ലാഹു തങ്ങളെ ക്ഷണിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തത് എല്ലാവർക്കും അറിയുന്ന ചരിത്രം. അതേപോലെ മൗലാന ക്ഷണിച്ചു ഒരാൾ. അങ്ങനെ ഒരു മാങ്ങ കൊടുക്കുകയും, ഈ ചരിത്രം എല്ലാവർക്കും അറിയാം കണ്ണൂർ. അപ്പം 40 ആൾ മൂപ്പരെ കൂടെ അന്നുണ്ട്. മാങ്ങ കൊടുത്തപ്പോൾ ഒരു മാങ്ങ എത്ര കഷ്ണാക്കാൻ കഴിയും? എങ്ങനെ ചെറുതാക്കിയാലും എല്ലാവർക്കും അറിയാലോ. ഒരു മാങ്ങയുടെ ഒരു ഏകദേശ വലിപ്പം, അത് കഷ്ണമാക്കിയാൽ എത്ര എണ്ണാവും? ഒരു പരിധിയില്ല അതിന്. അങ്ങനെ കഷ്ണമാക്കി 40 ആളുകൾക്കും മൗല മാങ്ങ കൊടുത്തു. അവിടെ അന്നുള്ള 40 ആളുകൾക്ക് ആ മാങ്ങ കൊടുത്തു മൗല. 40 ആളുകളെ കൊണ്ട് തിന്നിച്ചു. ഇങ്ങനെ കൊടുക്കുക, തന്നെ മുറിച്ച് മൗല ഇങ്ങനെ കൊടുക്കും. 40 ആൾക്കും ആ മാങ്ങ കിട്ടി. ജാബിർ റളിയല്ലാഹുവിൻ്റെ അടുത്ത ഭക്ഷണം തങ്ങൾ വിളമ്പിയിട്ടത് മതിയായല്ലോ എല്ലാവർക്കും. അതേപോലെ അപ്പം ഇങ്ങനെ വലിയ മഹത്വം. അതുപോലെ വയനാട് ഭാഗത്ത് നെരിയിറങ്ങിയപ്പം മൗല തങ്ങളുടെ അടുത്ത് വന്ന് വിവരം പറയുകയും തങ്ങൾ കല്ല് മന്ത്രിച്ചിടാൻ പറയുകയൊക്കെ പറഞ്ഞ ചരിത്രമൊക്കെ പലർക്കും അറിയാം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് നടന്നിട്ടുണ്ട്. മുആദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രമുണ്ടായതുപോലെ അങ്ങനെ ഉണ്ടാവാം. സഹാബത്തിനുണ്ടായിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഒരു പ്രത്യേകമായ ദേശത്തേക്ക് മുആദ് തങ്ങളെ പറഞ്ഞയച്ചപ്പം ആ ഭാഗത്ത് അവരുടെ അടുത്തേക്ക് ഒരു ക്രൂരജീവി വന്നു. അപ്പം തങ്ങളെന്ത് ചെയ്തു? മൂപ്പര് കൈകൊണ്ട് ഇങ്ങനെ ആക്കി, ഞാൻ മുത്തുനബി പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ഈ സാധനത്തിനോട്, ഈ വന്ന സാധനത്തിനോട് ഞാൻ മുത്തുനബി പറഞ്ഞിട്ട് വന്നതാണ്. ആ സമയം അത് ശബ്ദിച്ചു. മുത്തുനബി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞെന്നല്ല, നമ്മുടെ ഭാഷയിൽ പറയുന്നതാ. അവരവരുടേതായ ഭാഷയിൽ പറഞ്ഞു. മുത്തുനബി പറഞ്ഞിട്ട് വന്നതാണെന്ന് മുആദ് റളിയല്ലാഹു പറയില്ലല്ലോ, മലയാളിയല്ല. നമ്മുടെ ശൈലിയിൽ പറയുന്നു. അങ്ങനെ അതിനോട് അർത്ഥം വരുന്ന വാക്കാണ് മുആദ് റളിയല്ലാഹു സംസാരിച്ചത്. എപ്പോൾ സിംഹം 3 പ്രാവശ്യം ഗർജിച്ചു എന്നാണ്. 3 ഗർജനം. തിരിച്ച് മഹാനവറുകൾ തങ്ങളുടെ അടുത്തേക്ക് പോയി ഈ വിവരം പറഞ്ഞപ്പം മുത്തുനബി ചിരിക്കുകയാണ്. മുആദ്, നീ അവിടെ എത്തിയതും സിംഹത്തിനെ കണ്ടതും സിംഹം നിൻ്റെ നേരെ വന്നതും നീ അതിനോട് പറഞ്ഞതും അത് നിന്നോട് പറഞ്ഞതല്ല, ഞാൻ ഇവിടെ നിന്ന് കണ്ടു അറിഞ്ഞു. പക്ഷെ ഗർജനം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, ആയിട്ടില്ല നബിയെ. എന്നാൽ 1ാമത്തെ ഗർജനം എനിക്ക് സലാം പറഞ്ഞതാണ്. നീ എൻ്റെ പേര് പറയുമ്പം ആ സിംഹം എനിക്ക് സലാം പറയുകയാണ് ചെയ്യുന്നവിടുന്ന്. 2ാമത്തെ ഗർജനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സലാം പറയുകയാണ്. 3ാമത്തെ ഗർജനം ഉമറിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഉമർ ഇപ്പം പഴയ മാതിരി തന്നെയാണോ? ആ ശൂരിതങ്ങളൊക്കെ ഉണ്ടോ? ആ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാന്മാരുടെ അടുത്ത് അത്തരത്തിലുള്ളത് സർവ്വസാധാരണയാണ്. ഇന്നിപ്പോൾ അത് കളിയാക്കാനും ഒക്കെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഉള്ളതുപോലെ പറയണമല്ലോ. ഇന്നിപ്പോൾ അതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ കളിയാക്കലും നാണക്കേടും പറയാൻ പറ്റാത്തയും കാര്യമായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹാജാത്തങ്ങൾ പാപ്പനെ പോലത്തെ, അതുപോലെ ബഹുമാനപ്പെട്ട ശേഖ് തങ്ങളെ പോലത്തെ ധാരാളം മഹത്തുക്കൾ, വലിയ കറാമത്തിൻ്റെ ഉടമകൾ നമ്മുടെ അനുഭവം കൊണ്ട് തന്നെ തെളിഞ്ഞതാണ്. അപ്പോൾ അവരൊക്കെ സ്മരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ദിക്റും സ്വലാത്തും ചൊല്ലി ദുആ ചെയ്യാനാണ് നമ്മുടെ ഈ മജ്‌ലിസ് നാം ഉപയോഗപ്പെടുത്തുന്നത്. സംസാരിക്കാണ്ടായിട്ട് എൻ്റെ വാപ്പൻ്റെ അനുഭവമാണ്. രാമന്തളിയിൽ അന്ന് വാപ്പ ഷാവുൽ ഹമീദ് തങ്ങളെ ദറസിൽ ഓതുകയാണ്.
ഷൗൽ ഹമീദ് തങ്ങളുടെ ദറസ് വലിയ പ്രസിദ്ധമായ ദറസാണ്. വാപ്പയുടെ ഉമ്മയുടെ ആങ്ങളെയാണ്. ഖലീൽ തങ്ങളുടെയൊക്കെ ഉമ്മാൻ്റെ വാപ്പ ആണ് ഷൗൽ ഹമീദ്. നമ്മെ ഉസ്താദിൻ്റെ 10 കൊല്ലത്തെ ഉസ്താദാണ്. അവിടെ ഓതുന്ന സമയത്ത് വാപ്പ രാത്രി തൈലിമിൻ്റെ കൂടെ ഇങ്ങനെ ചെലവൂടിക്ക് പോകുമ്പം ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു, മുകളിലോട്ടിങ്ങനെ കല്ലെടുത്ത് എറിയുന്നു. ആ സമയം കുട്ടി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അത് വെറുതെ ഒരു തമാശക്കാണ്, എന്നാൽ കാര്യം ഉണ്ടായിട്ട് എറിഞ്ഞാലോ. മൂപ്പരിങ്ങനെ ഒരു തമാശ. ആ സമയത്ത് വളരെ ശബ്ദത്തോടു കൂടി വാപ്പ വീണു പോവുകയാണ് താഴേക്ക്. ഇത് എൻ്റെ വാപ്പൻ്റെ അനുഭവമാണ്. രാമന്തളിയിൽ നടന്നൊരു സംഭവം, തൃക്കരിപ്പൂർ വെച്ച് നടന്നതാണ്. അപ്പോൾ ഈ കുട്ടി ശബ്ദം ഉണ്ടാക്കി മുത്തുത്തങ്ങൾ വീണിട്ടുണ്ട്, മുത്തുത്തങ്ങൾ എന്നാ വിളിക്കുക, വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒച്ചയും പാടും. അങ്ങനെ ആളൊക്കെ വന്നു പാപ്പാൻ്റെ അടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ ഷൗൽ ഹമീദൊക്കെ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു കല്ലെടുത്ത് എറിയുന്ന ഞാൻ കണ്ടതാണ്, പിന്നെ ആൾ വീഴുന്നതാണ് കണ്ടത്. ചോദിച്ചപ്പം അതിനുത്തരില്ല. നോക്കിയപ്പോഴോ പാപ്പ ബോധമില്ലാതെ കിടക്കുകയാണ്, ബോധമില്ല. ഇപ്പം ഞാനിപ്പോൾ എന്താ കാട്ടുക ഇതിന് ചോദിച്ചു. ഏതായാലും രാമന്തളി കൊണ്ട് അളിയൻ വരട്ടെ. അളിയനാരാ? വാപ്പയുടെ വാപ്പ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ, ഉള്ളാളം തങ്ങളെ ഭാര്യ പിതാവ്. അതാണ് അവരെ മകളെയാണ് ഉള്ളാളം തങ്ങൾ കെട്ടിയത്. നമ്മുടെ കൊച്ചിയായിട്ട് വലിയ ബന്ധമാണ്. അബ്ദുറസാഖ് മസ്താൻ, അതുപോലെ പള്ളിപ്പടി മസ്താൻ, ഇവരൊക്കെ വലിയ ബന്ധമായിരുന്നു വല്യപ്പ. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ കിടത്തി. അന്ന് ഒരു ഇവിടെ സിയാറത്തിന് പോയിട്ടുണ്ട് ആദമ്മലയിൽ. വേറാറിക്ക ഇന്നത്തെ മാതിരിയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അങ്ങനെ മൂപ്പര അവിടെ നിന്ന് വേററിഞ്ഞു വന്നു. ഇപ്പത്തിന് പുരയിൽ ആൾ നിറഞ്ഞു. കുത്തുബി വന്നു. കുത്തുബി ഇന്നലെയാണ് മഹാനവറുകളെ ആണ്ട്. അല്ലാഹു തആല അവരൊക്കെ സ്വർഗ്ഗത്തിലൊരു ഇന്നത്തെ 6ാം തലമുറയാണ് ഇവിടെ നടക്കുന്നത്. ദറസ് 6ാം തലമുറ. ഇപ്പോൾ അലവി സഖാഫി കൊളത്തൂർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ദറസ് നടത്തുന്ന ആൾ. അലവി സഖാഫിൻ്റെ ഉസ്താദ് പൊന്മള, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കോട്ടൂർ ഉസ്താദ്, അവരെ ഉസ്താദ് ഓക്കെ ഉസ്താദ്, അവരെ ഉസ്താദ് സദഖത്തുള്ള മുസ്ലിയാർ, അവരെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. വലിയ മഹാനാണ്. അതുപോലെ തന്നെ ഉപ്പാപ്പയും വഫാത്തായത് ഒരേ ദിവസമാണ്. അങ്ങനെ തന്നെ CM മടവൂർ മഹാനവറുകളും വഫാത്തായത് ഇതേ മാസം 4-ന്. ഒരു വാപ്പയുടെ അനുജൻ സയ്യിദ് ഇസ്മായിൽ ആറ്റക്കോയത്തങ്ങൾ വലിയ മഹാനാണ്. മഹാനവറുകൾ വഫാത്തായത് 2-ന്, മൗലാ തങ്ങൾ 3-ന്. അങ്ങനെ ഈ മാസം അതുപോലെ ഷാദിരി തങ്ങൾ, ഷാദിരി ഷേഖ് തങ്ങൾ, ഇങ്ങനെ ധാരാളം മഹത്തുക്കൾ വഫാത്തായ മാസമാണ് നമ്മുടെ ഈ ശവ്വാൽ മാസം. നമുക്ക് അവരെല്ലാം കൂട്ടി ദുആ ചെയ്യണം, അതാണ് വേണ്ടത്. അങ്ങനെ പാപ്പ വിവരറിച്ച് വന്നപ്പോൾ കുത്തുബി വന്നു. കുത്തുബി പറഞ്ഞ് നമുക്ക് തങ്ങളെ അറിയിക്കണം, തങ്ങൾ വരട്ടെ. അപ്പോൾ ബാഫക്കി തങ്ങൾ നല്ല ബന്ധമാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറയും നമുക്ക് മുത്തുവിനെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടറെ കാണിക്കാതെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അങ്ങനെ അന്ന് പയ്യന്നൂരും കണ്ണൂരൊന്നും ഡോക്ടറില്ല. ഡോക്ടറെ കിട്ടണമെങ്കിൽ മദ്രാസിൽ പോകണം. വലിയ ഡോക്ടർ മദ്രാസിലാണ്. അങ്ങനെ ബാഫക്കി തങ്ങൾ മദ്രാസിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു. ഇന്നും രാമന്തളി പോയാൽ ഇതറിയും ഈ വിവരം. അങ്ങനെ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന ഡോക്ടർ വാപ്പാനെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ തങ്ങൾക്ക് ഒരു സോക്കേടും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെന്താ സംസാരിക്കാത്തത്? അപ്പോൾ അയാൾ പരിശോധിച്ച് പറഞ്ഞു ബായിൽ നാവില്ല, അതാണ് ഇയാൾ സംസാരിക്കാത്തതെന്ന്. നമുക്ക് നാവില്ലേ, ആ നാവ് ഇയാൾക്ക് കാണുന്നില്ല, ഓൾസ് മാത്രമേ ഉള്ളൂ വായിൽ. അപ്പോൾ അതേറെ വലിയ അത്ഭുതം. കാരണം മുത്തുത്തങ്ങൾക്ക് നാവുള്ളതും സംസാരിച്ചതും എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് വരെ സംസാരിച്ചല്ലേ, അന്ന് മഗ്‌രിബ് വരെ സംസാരിച്ച ആളല്ലേ. പിന്നെ ഇയാളെ നാവെന്തായിപ്പോയിന്നേ ജനങ്ങൾ. അപ്പോൾ അത് വലിയ വിഷയമായി. അപ്പോൾ ഇനി ഇയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അയാളെ ജീവിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർക്ക് അങ്ങോട്ട് സർട്ടിഫിക്കറ്റായി. അപ്പോൾ ഉമ്മാമക്കും അത് വലിയ ബേജാറായി. കാരണം മകനല്ലേ, ജീവിക്കൂല എന്ന് പറഞ്ഞപ്പം അപ്പത്തിന് തിപ്പാപ്പനോട് പറഞ്ഞു മുത്തു ഇനി ജീവിക്കൂല ബീവി, അതൊന്നും നമ്മളല്ല കണക്കാക്കുന്നു. അതെല്ലാം അള്ളാൻ്റെ അടുത്താണ്. ജീവിക്കലും മരിക്കലൊന്നും നമ്മളല്ല, ഡോക്ടറൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങളെന്താക്കുക, നമുക്ക് മുത്തുവിനി ചികിത്സ എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചാൽ എല്ലാം ചികിത്സിച്ച് കഴിഞ്ഞ് എന്നാൽ ഞാൻ എൻ്റെതായ ഒരു ചികിത്സ നടത്തുമെന്ന് പറഞ്ഞു. അതിലെൻ്റെ മകൻ മുത്തു സംസാരിക്കും. നോക്കണം നിങ്ങൾ, എത്ര ആ വിഷയത്തിലുള്ള ഹിമ്മത്താണ് നോക്കേണ്ടത്. അങ്ങനെ പാപ്പാനെ അവിടെ കിടത്തി. മൂപ്പര് പറഞ്ഞു എൻ്റെ ഷെയ്ഖിനെ ഞാൻ വിളിക്കും.
രീതിയിലാ തഖഫ് വാശിയം വലാ കുല്ല ഹൗലിൻ നാന ആതീക മുസ്രിയൽ ലിനിദാ. ഞാൻ വിളിക്കും എൻ്റെ ഷെയ്ഖ് തങ്ങളെ, എനിക്ക് ഉത്തരം നൽകണം, ഇന്ന് രാത്രി തന്നെ കിട്ടണം. ഷെയ്ഖ് തങ്ങൾ വജബത്തു മുസ്രിയ മിൻ അജ്ലി ദഅവത്ത് ഫല്ലദ എന്നാ പറഞ്ഞു. ഇന്ന് തന്നെ കിട്ടണം, ഇന്ന് കിട്ടണം. നോക്കണം നിങ്ങൾ, പിന്നെ ഒരു ദിവസം കിട്ടിയാൽ പോരാ. അങ്ങനെ പേര് വിളിച്ചു. 700 പ്രാവശ്യമായപ്പോൾ നിങ്ങൾ വിളിക്കും പോലെ വിളിച്ചാൽ നല്ല അസ്മോടുകൂടി ഗഫലത്തില്ലാത്ത നിലക്ക്, പൂർണ്ണമായി ഇരുട്ടുള്ള മുറി, ഒരു സൂചിക്കുത്തിൻ്റെ പ്രകാശമില്ലാത്ത നിലക്ക് വല്ലൊരുത്തനും പേരിനെ ജമ്മ ചെയ്ത് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ അജബത്തുഹു മുസ്രിയ മിൻ അജ്ലി ദഅവത്ത്. അവിടെ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത് അങ്ങനെ, യാ അബ്ദുൽ ഖാദിർ യാ അബ്ദുൽ ഖാദിർ യാ അബ്ദുൽ ഖാദിർ എന്ന് വിളിക്കാൻ അങ്ങനെ പറ്റൂല. അത് സദഖത്തുല്ലാഹി കാഹിരി പറഞ്ഞു, അത് തവാദുവിന് വേണ്ടിയിട്ട് പറഞ്ഞ വിഷയമാണ്. വിളിക്കൽ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നെങ്കിൽ അവരെ പേര് മുഴുവനും തന്നെ വിളിക്കണം. പേര് മുഴുവനുമാണ്. തവാദുവിന് വേണ്ടി അള്ളാഹ് ചോദിച്ചപ്പം അമ്പിയാക്കൾ പറഞ്ഞ പോലെ പറഞ്ഞതാ. ഓ ഇബ്രാഹിം താങ്കളാര്? ഖലീൽ. മൂസ നിങ്ങളാര്? കലീം അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ നമ്മുടെ നബിയോട് ചോദിച്ചു, ഈസ റൂഹുല്ല. നമ്മുടെ നബിയോട് ചോദിച്ചപ്പോൾ യത്തീം, ഞാൻ യത്തീമാണ് പടച്ചോനെ, മുത്തുനബി. അവിടെയും തവാദു ഉണ്ടായി, ഞാൻ യത്തീമാണ്. അപ്പോഴാണ് അല്ലാഹു തആല ഇത്രയെല്ലാം ചെയ്തിട്ട് നബിയെ തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. എടുത്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയണം നബിയെ. അപ്പം അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നത് എന്തല്ല, വിഷയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ തവാദുവിന് വേണ്ടി അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ചാൽ അത് അദബ് കേടാവും, പേര് വിളിക്കൽ. അതുകൊണ്ട് ദീൻ വിളിച്ച മുഹിയുദ്ദീൻ, അള്ള വിളിച്ച ഗൗസുല്ലാലം, ഉമ്മയും പാപ്പയും വിളിച്ച അബ്ദുൽ ഖാദിർ, മൂന്നും കൂടി ജമ്മെയ്തിയാ ഗൗസിയ മുഹിയുദ്ദീൻ എന്ന് വിളിക്കണം പാപ്പ പറഞ്ഞു. അങ്ങനെ 750 പ്രാവശ്യമായപ്പം അസ്സലാമു അലൈക്കും പാപ്പ സംസാരിക്കും. പാപ്പ പറയുന്നത്, എൻ്റെ വായ ഇങ്ങനെ ഒരാൾ അകത്തി, 2 കൈയിട്ടിട്ട് ഇങ്ങനെ പുറത്തി, ഉള്ളിലേക്ക് കൈയിട്ട് നാവ് വലിച്ചു. നാവില്ല എന്നല്ല പറഞ്ഞു, നാവുണ്ട്, ഉള്ളിൽ കയറിപ്പോയതാ. ആ നാവ് വലിച്ചു കൊണ്ടുവന്നു. പാപ്പ അറിയുന്നുണ്ട്. പാപ്പ എന്താ പറ്റിയത്? അപ്പോഴാണ് ബർക്കാൻ ജിന്ന് സഞ്ചരിക്കുകയായിരുന്നു. ബർക്കാൻ ജിന്ന് സഞ്ചരിക്കുന്ന സമയമായിരുന്നു അത്. ഞാൻ നേരത്തെ ആ മുസ്ലിയാർ പ്രസംഗിക്കുമ്പോൾ അത് ചിന്തിച്ചു പോയി. ഷെയ്ഖ് തങ്ങളുടെ ഒരു ബന്ധം വല്ലാത്ത ബന്ധമാണ്. കാരണം ഷെയ്ഖ് തങ്ങളുടെ അടുത്തൊരു വടിയുണ്ട്, ഇതുപോലൊരു വടി. ആ വടിയുടെ അറ്റത്ത് ഒരു കല്ലുണ്ട്. ഈ വടി പ്രകാശിക്കും. ഷെയ്ഖ് തങ്ങളുടെ വടി പ്രകാശിക്കുന്ന വടിയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ ഹാജരാക്കിയപ്പം ആ കല്ല് ബർക്കാൻ ജിന്ന് കൊടുത്തതാണ്. 7 കൊട്ടാരം വിറ്റാലും മേടിക്കാൻ അത്ര വലിയ മുതലാണിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, അത്ര വലിയ ആളാണ്. അങ്ങനെ ബർക്കാൻ ജിന്നിനെ ഹാജരാക്കി സംസാരിപ്പിച്ചു. ഇതാണ് അവിടെ ഉണ്ടായത്. ഇതാർക്ക് വേണമെങ്കിൽ പോയി ചോദിച്ചാൽ അറിയാം. അപ്പോൾ അവരെയൊക്കെ മുൻനിർത്തിയിട്ട് നമ്മൾ ദിക്റിലേക്ക് കടക്കുകയാണ്. കുറഞ്ഞ ദിക്ർ, വലിയ നീളമായ ദിക്റൊന്നുമില്ല. ബർക്കത്തിന് കുറച്ച് ദിക്റും സലാത്ത്, ദിക്ർ ദുആ മജ്ലിസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ തീരെ ദിക്ർ അല്ല കഴിഞ്ഞാൽ ആളെന്തെങ്കിലും കരുതിപ്പോവില്ലേ. കുറഞ്ഞ ദിക്റും ചൊല്ലിയിട്ട് നമുക്കങ്ങ് ദ്വാരക്കാം അല്ലേ. എല്ലായിടത്തും ഉണ്ടത്, ഇവിടെ മാത്രമൊന്നുമല്ല. കർണാടകയിലൊന്നും ഇത്രയും കിട്ടൂല. ഞാനിവിടെ അത്ര ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാ. കർണാടകയിൽ 10 മണിക്ക് മുമ്പ് നിർത്തണം, അങ്ങനെയാണ്, നിർബന്ധമാണ് അവിടെ. ഇപ്പം എല്ലായിടത്തും ഉണ്ടത് നിയമം. കർണാടകയിൽ 9:45 ലാസ്റ്റ് ടൈം. ഉറൂസൊക്കെ ഇപ്പം നടക്കുകയല്ലേ, വിളിക്കുമ്പം തന്നെ പറയും തങ്ങളെ 9:45 നിർത്തണേന്ന് പറയും. ഇപ്പം എന്നാലും ഉറൂസ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പൊതുവേ അതിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടൊന്നുമല്ല, കുറേ നാളായി ഇപ്പോൾ അവിടെ അങ്ങനെ പല ഷെറുകളും ഉണ്ടായതുകൊണ്ടേ 9:45 ലാസ്റ്റ് ടൈം നോട്ടീസിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് സലാത്ത്, വളരെ കുറച്ച് ഇസ്തിഗ്ഫാറും സലാത്തും ചൊല്ലി ദുആരക്ക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വാപ്പപ്പാപ്പന്മാരുടെ പേരിൽ 11 ഫാത്തിയും 12 ഇഖ്ലാസും നിങ്ങൾ ഓതണം. എപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കണം. രാമന്തളി സാദാത്തുക്കൾ, മറ്റു സാദാത്തുക്കളുടെ പേരിൽ. അതുപോലെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അത് മുത്തിയിട്ട് കിതാബ് റബ്ബി ഇങ്ങനെ ഉയർത്തി കിതാബ് റബ്ബി എന്ന് പറയുക, മുസാഫ് ഉയർത്തിയിട്ട്. അത് വലിയ ബർക്കത്താണ്. അതേപോലെ സൂറത്തുൽ അന്നാമിൻ്റെ ആദ്യത്തെ 18 ആയത്ത്, മൂത്ര സംബന്ധമായ മൂത്രം ഉറ്റിപ്പോവുക, വേദന, കടച്ചൽ, ഇതിനൊക്കെ വലിയ ഫായിദയാണ്. രാത്രി വെള്ളത്തിൽ മന്ത്രിച്ച് രാവിലെ കുടിക്കുക. അന്നാം സൂറത്തിൻ്റെ ആദ്യത്തെ 18 ആയത്ത്. കടങ്ങളുള്ളവർ തഹരീം സൂറത്ത് പതിവാക്കിയാൽ അവന് വിഷമിക്കുന്ന കട ഉണ്ടാവില്ല. അതുപോലെ മുത്തല്ലിമീങ്ങളും അല്ലാത്ത കുട്ടികൾക്കൊക്കെ സനുക്കുരിയൂക്ക ഫലാ തൻസ, ഈ ഒറ്റ ആയത്ത് 40 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ ഓർമ്മശക്തി ഉണ്ടാവും, മറവി വല്ലാതെ ഉണ്ടാവില്ല.
ഒക്കെ ഒന്നായിട്ട് അങ്ങോട്ട് പറയുകയാണ് സമയമായതുകൊണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം യാ ബദിയുസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം അഹിയ ഖൽബി ബിനൂരി മഅരിഫത്തിക യാ അല്ലാഹ്. അസ്റിൻ്റെ ശേഷം മഗ്രിബിന് മുമ്പ് 40 പ്രാവശ്യം വാപ്പയുടെ ജ്യേഷ്ഠൻ റിയാൽ മുസ്തഫ കോയമ്മത്ത് തങ്ങളെ വാപ്പ അവർ തന്ന ദിക്റാണ്. അത് ഒരാൾ 40 വട്ടം ദിവസം പറഞ്ഞാൽ മോശമായ ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വരില്ല. ഇപ്പം എത്ര തങ്ങൾപ്പാപ്പയായാലും ചിന്ത വരാലോ ശൈത്താൻ ഉണ്ടായതുകൊണ്ട്. അപ്പം മോശപ്പെട്ട ചിന്ത വന്നിട്ട് മലീമസപ്പെടും മനസ്സ്, അതുണ്ടാവില്ല. ഈ ദിക്ർ യാ ഹയ്യാ ഖയ്യൂം എന്നുള്ള ദിക്ർ അതൊക്കെ ചെല്ലാൻ ശ്രമിക്കുക, ഈ പറഞ്ഞതൊക്കെ ചെയ്യുക. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ഒക്കെ ഇനി മറ്റൊരിക്കൽ നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപ്പാപ്പമാരെ പേരിൽ 11 ഫാത്തിഹയും 12 ഇഖ്ലാസും പതിവാക്കുക. അതുപോലെ സൂറത്തുൽ ബഖറ ശൈത്താനിയത്തിൻ്റെ ഷർറ് നീങ്ങാൻ വേണ്ടി ദിവസം ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആമന റസൂൽ മുതൽ അങ്ങോട്ട് ആയത്തുൽ കുർസി ഓതി ദുആ ചെയ്യണം. ഇതൊക്കെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്തുൽ ബഖറ ഫസയക്ഫീകഹുമുല്ലാഹു എന്ന ആയത്തിന് നഹ്നു ലഹു ആബിദൂൻ വരെ 156 വട്ടം തേനിൽ മന്ത്രിച്ച് കഴിക്കുകയാണെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും വലിയ ശിഫ കിട്ടും. അതുപോലെ സുഖറഫ് സൂറത്ത് ഒരാൾ സ്ഥിരമാക്കി തേനിൽ മന്ത്രിച്ച് കഴിക്കുകയാണെങ്കിൽ അവന് അലർജിയുടെ അസുഖങ്ങൾ, തുമ്മൽ, അതുപോലെയുള്ള ശ്വാസം മുട്ട്, ഇതിനൊക്കെ വലിയ ഫലമുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഒരു ഫാത്തിഹ സൂറത്ത് ഓതുക, ശേഷം ഒരു 7 ഇസ്തിഗ്ഫാറും 11 ലാ ഇലാഹ ഇല്ലല്ലാഹും ചൊല്ലുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല ഒരുമിച്ച് കൂടിയ പോലെ നാളെ അവൻ്റെ സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട മുഴുവൻ പാപ്പന്മാരുടെ മഹാത്വളെയും കൂടെ അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂട്ടിട്ട്, അതുപോലെ ഫലസ്തീനിലും അതുപോലെ തന്നെ ഇറാനിലും അതുപോലെ എവിടെല്ലാം ഉണ്ട് നമ്മുടെ എല്ലാ നിലക്കുള്ള ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള എല്ലാ നിലക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രവാസികളായ ആൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് നല്ല ഉയർച്ച, പഴയതിലും കാണും ഉയർച്ച അല്ലാഹു തആല പ്രദാനം ചെയ്ത് നമ്മളെല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയ കൂലിയാണ്. 100 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. വിഷമിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം ദ്വാരുന്നാൽ 100 റക്അത്ത് നിസ്കരിച്ച, അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ. അതേപോലെ വളരെ ഇൻഡെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ സാധനം വീണു, ടവല് വീണത് മേശം മേലാണ്, പൊടിയൊന്നും ഇല്ലെങ്കിലും 3 പ്രാവശ്യം അതിനെ കുടയണമെന്നാണ്. അല്ലെങ്കിൽ നഹസിൻ്റെയും ഒക്കെ പൊടികൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ട്. ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമായിക്കോളി കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ അറിയുന്നല്ലേ മൂല്യന്മാരൊക്കെ. അപ്പോൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ബിശ്റാലും തബീബിക്ക് സയ്യിദിനാ മൗലാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي ولوالدي ولا الضالين പറഞ്ഞാൽ رب اغفر لي ولوالدي آمين رب العالمين. بسم الله الرحمن الرحيم. ഒരു 7 ഇസ്തിഗ്ഫാർ. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا أستغفر الله العظيم استغفر 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 الله العظيم إنه كان غفارا من كل ذنب وأتوب إليه. بسم الله الرحمن الرحيم. ഒരു 11 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ തല ഇങ്ങനെ 2 ഭാഗത്തേക്കാണ്. ഒരു ദിക്റിന് 2 ദിക്ർ. അബൂ സഈദ് കുദരിയൊക്കെ അങ്ങനെ ചെയ്തതും പറഞ്ഞതൊക്കെ ഇങ്ങനെ തല വരെ ആട്ടുമായിരുന്നു. 2 ദിക്റിൻ്റെ കൂലിയാണ് ഒരു ദിക്റിന് കിട്ടുക. അപ്പോൾ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് ചെല്ലുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ ഒരു 11 സ്വലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلموا جميع الأنبياء المرسلين الحمد لله ഒരു 3 ഇഖ്ലാസ് ഒരു മുഅവ്വദത്തൈൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله سيد الكونين النبي الثقلين سيدنا مولانا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاهي اللهم صل على سيدنا محمد طب القلوب دواهي عافية الأبدان والشفائية ونور الأبصار وضياهية اللهم صل على سيدنا محمد فاتح لما ولك والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم حق تقديره مقدار العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه صلاة تنجينا بها من جميع الأحوال والبليات تسلمنا بها من الأسقام والآفات وتطهرنا بها جميع السيئات تغفر لنا بها جميع الخطيات وتقضي لنا بها جميع الحاجات ترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوزيع الأرزاق تشفي الأسقام وتعافي الآلام اللهم نبر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشكل باتباع أفكارنا اللهم اغفر لنا ما سلف وانصرنا فيما بقي من أعمالنا اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم نسألك أن تعيذنا من عذاب القبر تؤمننا من فزع الأكبر تنجينا عن دار البوار تسكن الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم اللهم صل صلاة كاملة وسلم سلاما طاهما على سيدنا محمد الذي تنحل به اللقد تنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم يسقسك الغمام وجهه الكريم وعلى آله وصحبه في كل لمحة وسم بعدد كل معلوم لك وإلى رواه آباء الإخوان من الأنبياء المرسلين عليهم الصلاة والسلام وإلى رواه أزواج الطاهرات أمهات ذريات عطرة أهل بيت الطيبين الطاهرين وصحاب رسول الله صلى الله عليه
وسلم وإلى أرواح سائر مشايخ كلهم لا سيما خصوصا سيد محمد مولى بخاري خاصة جدي سيد أحمد جلال الدين بخاري خاصة سيد محمد بن حامد بخاري خاصة وسائر أجداد ملة النبي حتى رسول الله صلى الله عليه وسلم خصوصا وإلى أرواح سادات الكرام دفن هذه البلدة خاصة وإلى أرواح المؤمنين في هذه البلدة اللهم قبرنا قبورهم ضياء ونورا يا رب العالمين اللهم حسن مرادنا سهل أمورنا فرج همومنا اللهم اقض حوائج المحتاج فرح والسرور يا من بيده المقاليد الخير كلها وإليه يرجع الأمر كله يا فتاح افتح علينا نحبهم فتحا قريبا فتح العارفين يا فتاح يا عليم بارك لنا فيما أعطيتنا تعطينا بارك لنا في جميع أمورنا لا سيما في اجتماعنا هذا بركة تامة دائمة كما باركت على عبادك الصالحين اللهم ربي يسر ولا تعسر ربي زدنا علما وعلما وفهما وأدبا وكلما إيمانا كاملا علما نافعا عملا متقبلا برزقا حلالا طيبا قلبا خاشيا خلقا حسنا لسانا ذاكرا قلبا ذكيا حفظا كاملا امرا في طاعتك طويلا شفاء من كل داء اللهم شتت شملهم فرق جمعهم زلزل أقدامهم اجعل ظاهرة أهل مزق اليهود والنصارى والإسرائيل اللهم جيوش المسلمين في بلد العراق كشمير فلسطين أفغانستان لبنان سوريا قطر سعوديا وسائر بلاد المسلمين في كل مكان റഹ്മാനായ റബ്ബേ മഹദ് ഫദ്ൽ കൊണ്ട് ഹബീബായ തങ്ങളെയും ശേഷമുള്ള സർവ്വ അംബിയ മുർസലീങ്ങൾ ഈ നാട്ടിൽ മറുപട്ട് കിടക്കുന്ന സാദാത്തുക്കൾ മറ്റു മുഅ്മിനീങ്ങളെ ഹക്ക് കൊണ്ട് ദോഷം പുറത്ത് നിലക്ക് തവല്ലനാ ഫീ മൻ തവല്ലൈത് നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കണേ അല്ലാ ഒരുപാട് സംഭാവനകളും കാര്യങ്ങളും റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചെയ്തതായിരിക്കുന്ന കൂട്ടത്തിൽ റബ്ബേ നീ അതെല്ലാം കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മഹിലുകാർ ഈ നാട്ടിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ സർവ്വരുടെയും കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ ഈനാസാക്കണേ അല്ലാ നേരം പോക്കാക്കണേ അല്ലാ മൗലാ തങ്ങളെയും മറ്റു മോമിനീങ്ങളെയും ബർക്കത്ത് കൊണ്ട് ഈമാൻ സലാമത്താക്കണേ അല്ലാ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ മുത്തനബി തങ്ങളുടെ ഒരുപാട് പ്രാവശ്യം സിയാറത്ത് ചെയ്യിക്കണേ അല്ലാ മുത്തനബി തങ്ങളെ യക്രത്തിലായി കാണിക്കണേ അല്ലാ മുത്തനബി തങ്ങളോടൊപ്പം നിന്ന് നിൻ്റെ രഖായിനെ കാണിക്കണേ അല്ലാ ഞങ്ങൾ മരണപ്പെട്ടു പോയാലും ഞങ്ങളെയും കബറുകൾ ഈനാസും നേരം പോക്കും തന്ന് മിന്നറിയും വേഗത്തിൽ സിറാത്തുൽ മുസ്തഖീം കടത്തി മുത്തനബി തങ്ങളെ ശഫായത്തിൽ കൂട്ടി തങ്ങളെ തൃക്കല്യാണം കാണിച്ച് തങ്ങളെ തൃക്കൈക്കൊണ്ട് ഹൗദിൽ കൗസർ കുടിപ്പിച്ച് എല്ലാറ്റിനും ഉപരി ലഖായിനെ കണ്ട് ആനന്ദിക്കുന്ന ഫായിസീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ റഹമുറാഹിമായ റബ്ബേ സർവ്വ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിന്നിലേക്ക് തവക്കുൽ ചെയ്യുന്നല്ലോ നീ എല്ലാം സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ ആമീൻ ആമീൻ യാ അഹ്ല ബദരി കുല്ലക്കും കൂനൂലനാ ശുഫാഉ ബിത്തൗസിലനാ മഹ്മൂലനാ ഇൻദല്ലിലായി ലാകിമിൽ മർജൂലനാ ശഫീഉൻ ദാറൈനി ഫീനാ ربنا هجل بفتح منك يا رحماننا إلهي عبدك العاسي أتاك مقرا بالذنوب وقد دعاك وإن تغفر فأنت لذاك أهل وإن تطرد فمن يرحم سواك وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم